Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാടായി കോളേജ് നിയമന വിവാദം. പയ്യന്നൂരിൽ INTUC സംഘടിപ്പിച്ച KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മാടായി കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ചടങ്ങിൽ പങ്കെടുത്തതിനെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാലത്തെ ആദ്യ പെരുങ്കളിയാട്ടത്തിന് ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായി. 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു പെരുങ്കളിയാട്ടം വന്നെത്തിയത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. LDFിലെ മണി പവിത്രൻ 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. LDFിലെ പഞ്ചായത്ത് അംഗമായിരുന്ന T പുഷ്പ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഏഴിമല നാവിക അക്കാദമിയിൽ നടക്കുന്ന രാജ്യാന്തര പായ്വഞ്ചിയോട്ട മത്സരത്തിൽ ആദ്യ ദിനം നടന്ന മത്സരത്തിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇറ്റലിയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള നാവികർ മുന്നിൽ. 25 രാജ്യങ്ങളിൽ നിന്നുള്ള നാവികരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വാർത്തകൾ വിശദമായി. മാടായി കോളേജ് നിയമന വിവാദം. പയ്യന്നൂരിൽ INTUC സംഘടിപ്പിച്ച KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനത്തിനെത്തിയ ചടങ്ങിൽ മാടായി കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് പങ്കെടുത്തതിനെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മാടായി കോളേജിലെ വിവാദ ബന്ധു നിയമനത്തിൽ കാര്യങ്ങൾ കൈവിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേറ്റുമുട്ടുന്ന നിലയിലേക്കാണ് ദിനംപ്രതി പ്രശ്നം വഷളാകുന്നത്. പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന് നേരെ കയ്യേറ്റ ശ്രമം നടന്നു. ഖാദി ലേബർ യൂണിയൻ സംഘടിപ്പിച്ച KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജനെതിരെ കയ്യേറ്റ ശ്രമം നടന്നത്. പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ഖാദി ലേബർ യൂണിയൻ INTUC സംഘടിപ്പിച്ച KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടി പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടക്കുകയായിരുന്നു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങുകൾക്കു ശേഷം ഹാളിന് പുറത്തേക്ക് വന്ന മാടായി കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജനെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്യുകയായിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉണ്ടാക്കിയത് ബ്ലോക്ക് പ്രസിഡന്റ് തൊടാൻ ഇവന് അധികാരമാണ്. അതൊന്നും വേണ്ട കേട്ടോ. ഇവനെക്കാട്ടും വലിയ ഗുണ്ടകളെ കൊണ്ട് നടക്കേണ്ട കഴിവ് എളുപ്പമാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സീനിയുടെ വേണ്ട വെച്ചിട്ടുകൊണ്ടാണ് ഞാനിത് ഇതാക്കുന്നത്. ഇത് പിന്നീട് വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കും വഴിവെച്ചു. നിയമന വിവാദം അവസാനിക്കുന്നതുവരെ
കെ ജയരാജനെ കോൺഗ്രസ് വേദികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ജയരാജനെ തടഞ്ഞത്. പരിപാടി നടന്ന ഹാളിന് പുറത്ത് സംഘർഷം നടക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹാളിലുണ്ടായിരുന്നു. സംഘർഷത്തിനിടയിലേക്ക് മുല്ലപ്പള്ളി ഇറങ്ങി വന്നുവെങ്കിലും പ്രശ്നത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയില്ല. പിന്നീട് റിസപ്ഷൻ ഏരിയയിൽ വെച്ചും മുറ്റത്ത് വെച്ചും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ ഘട്ടത്തിൽ പോലും മുല്ലപ്പള്ളി പ്രശ്നത്തിൽ ഇടപെട്ടതേയില്ല എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി പ്രസിഡന്റായ KP രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു കെ ജയരാജനെ തടഞ്ഞത്. മാടായി കോളേജിലെ ബന്ധു നിയമന വിവാദം കല്യാശ്ശേരി, പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാലത്തെ ആദ്യ പെരുങ്കളിയാട്ടത്തിന് ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായി. 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു പെരുങ്കളിയാട്ടം വന്നെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയോടെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടന്നു. തുടർന്ന് ക്ഷേത്രം ബാല്യക്കാരുടെ കലശം കുളിയും വെള്ളോലക്കുടവെപ്പ് ചടങ്ങ് നടന്നു. ഉച്ചയോടെ ഭഗവതിയുടെ തോറ്റത്തിനുള്ള പീഠം ഏറ്റുവാങ്ങി. തുടർന്ന് ക്ഷേത്ര തിരുമുറ്റത്ത് ഭഗവതിയുടെ ഉച്ചത്തോറ്റം നടന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഉച്ചത്തോറ്റം കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത്. തുടർന്ന് നെയ്യാട്ടവും കുഴിയടുപ്പിൽ തീപകരൽ ചടങ്ങും നടന്നു. വൈകുന്നേരത്തോടെ പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി. വൈകുന്നേരം 6 മണി മുതൽ അന്നദാനവും നടന്നു. കളിയാട്ടത്തിന്റെ അവസാന ദിവസമായ ഡിസംബർ 14 ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. 4 ദിനങ്ങളിലായി 3 ലക്ഷം പേർക്ക് 2 നേരങ്ങളിലായി അന്നദാനം നൽകും. സമാപന ദിനത്തിൽ 1 ലക്ഷം പേർക്കാണ് അന്നദാനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. LDFിലെ മണി പവിത്രൻ 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. LDFിലെ പഞ്ചായത്ത് അംഗമായിരുന്ന T പുഷ്പ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മാടായിയിൽ സീറ്റ് നിലനിർത്തി LDF. ശക്തമായ വീറും വാശിയിലും നടന്ന മാടായി പഞ്ചായത്തിലെ 6ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തി LDFിന് ഉജ്ജ്വല വിജയം. ആകെ പോൾ ചെയ്തത് 914 വോട്ടുകൾ. LDF സ്ഥാനാർത്ഥി മണി പവിത്രൻ 502 വോട്ടുകൾ നേടി. 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പതിവായി CPIMന്റെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു സീറ്റിലാണ് ഞാനും മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും വൻ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. പലവിധ അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് CPIM എന്ന പാർട്ടിയുടെ സീറ്റിൽ ഞാൻ മത്സരിച്ചത്. അപ്പോൾ എൻ്റെ ഈ വിജയം ജനങ്ങൾക്ക് 6ാം വാർഡിലെ വോട്ടർമാർക്ക് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവരെ വളരെയധികം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് നന്ദി അറിയിക്കുകയാണ്. BJPയിലെ KV വിന്ധ്യയ്ക്ക് 144 വോട്ടും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച N പ്രസന്ന 268 വോട്ടും നേടി. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 3ാം സ്ഥാനത്തുണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്കും എത്തി. പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടിയിരിക്കുകയാണ്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 250-ലേറെ വോട്ട് ലഭിച്ചതാണ്. UDFന് 134 വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത്. എന്നാൽ ഇത്തവണ BJP വോട്ട് 106 വോട്ട് UDFന് അനുകൂലമായിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ UDFും BJPയും യോജിച്ച് പ്രവർത്തിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ തന്നെ സീറ്റ് നിലനിർത്താൻ വേണ്ടി സാധിച്ചു. 6-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി സഖാവ് മണി പവിത്രന് 234 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതാണ്. സർക്കാരിനെതിരെ കടുത്ത പ്രചാരവേല അഴിച്ചുവിട്ട് കേരളത്തിൽ പ്രതിപക്ഷവും BJPയും അതുപോലെ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളും നടത്തുന്ന അങ്ങേയറ്റത്തെ വിഷലിപ്തമായ പ്രചരണത്തിന് ഇവിടുത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ അവരുടെ വോട്ടിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ്. LDFിലെ പഞ്ചായത്ത് അംഗമായിരുന്ന T. പുഷ്പ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് മാടായി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പഴയങ്ങാടിയിൽ പ്രകടനവും നടന്നു. TV രാജേഷ്, K. പത്മനാഭൻ, V. വിനോദ്, M. രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. UDFന് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥയായിരുന്നു മാടായിൽ ഉണ്ടായിരുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന് സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥയായിരുന്നു മാടായിയിൽ ഉണ്ടായിരുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിൽ ആഹ്ലാദം കണ്ടെത്തിയവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വിജയമെന്നും MV ജയരാജൻ പറഞ്ഞു. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാടായിൽ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത UDFന് സ്ഥാനാർത്ഥിയെ നിർത്താനുണ്ടായിരുന്നില്ല. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നയാളെ കൊണ്ടുവന്നിട്ട് സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ചു. ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ജനങ്ങൾ അവർക്ക് നല്ല പരാജയം സമ്മാനിക്കുകയും 234 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് കണിച്ചാറിൽ BJPയുടെ വോട്ടടക്കം വിലക്ക് വാങ്ങിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും ഭൂരിപക്ഷവും നേടിക്കൊണ്ടാണ് ഇത്തവണ വിജയിച്ചത്. രണ്ടിടങ്ങളിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച മാടായിലെയും കണിച്ചാറിലെയും ഈ വാർഡുകളിലെ വോട്ടർമാരോട് ഇടതുപക്ഷത്തിനുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. മാടായിയിലും കണിച്ചാറിലും മികച്ച വിജയമാണ് LDF നേടിയത്. മാടായിയിൽ 6-ാം വാർഡിൽ മണി പവിത്രനും കണിച്ചാറിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചത്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവരെയാണ് UDF മാടായിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും MV ജയരാജൻ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, CPM ഏരിയ സെക്രട്ടറി V. വിനോദ്, P. ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴിമല നാവിക അക്കാദമിയിൽ നടക്കുന്ന രാജ്യാന്തര പായ്വഞ്ചിയോട്ട മത്സരത്തിൽ ആദ്യ ദിനം നടന്ന മത്സരത്തിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇറ്റലിയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള നാവികർ മുന്നിൽ. 25 രാജ്യങ്ങളിൽ നിന്നുള്ള നാവികരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ലോകത്ത് ഏറ്റവുമധികം രാജ്യങ്ങളിലെ നാവിക അക്കാദമികളുടെ പങ്കാളിത്തമുള്ള പായ്വഞ്ചിയോട്ട മത്സരമാണ് ഏഴിമലയിൽ നടക്കുന്ന അഡ്മിറൽ കപ്പ് സെയിലിംഗ് റിഗാറ്റയെന്ന് ടെക്നിക്കൽ ഡയറക്ടർ ക്യാപ്റ്റൻ തരൺദീപ് ബക്ഷി പറഞ്ഞു. ടീമുകളുമായി നാവിക അക്കാദമി കമാൻഡ് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായർ സംവദിച്ചു. മികച്ച അനുഭവമാണ് എട്ടിക്കുളത്ത് കടലിൽ തുഴയുമ്പോൾ ലഭിക്കുന്നതെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. ഓസ്ട്രേലിയ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഇന്തോനേഷ്യ, ഇറാൻ, ഇറ്റലി, ജപ്പാൻ, മലേഷ്യ, മൊറോക്കോ, നൈജീരിയ, ഒമാൻ, ഫിലിപ്പീൻസ്,
റഷ്യ, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, ദക്ഷിണ കൊറിയ, സ്പെയിൻ, ശ്രീലങ്ക, ടാർസാനിയ, ബ്രിട്ടൻ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകളും ഇന്ത്യയിൽ നിന്ന് ഏഴിമല നാവിക അക്കാദമിയിലെ പുരുഷ, വനിതാ ടീമുകളും ഡിഫൻസ് അക്കാദമിയിൽ നിന്നുള്ള ടീമുകളുമാണ് മത്സരരംഗത്തുള്ളത്. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണവും ഒരുക്കിയിട്ടുണ്ട്. That we have extended to our visiting guests. We are more focused now on the conduct of the actual race. I would like to elaborate how conduct. We would be determined to provide a very safe, efficient, a fair, more importantly, a fair competition, and that is why we have ensured, Indian Navy has ensured availability of a world sailing qualified international empire. പായ്വഞ്ചിയോട്ട മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇറ്റലിയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള നാവികർ മുന്നിലാണ്. അഡ്മിറൽ കപ്പിനായി നടത്തുന്ന മത്സരത്തിൽ 25 രാജ്യങ്ങളിലെ 60 നാവികരാണ് പങ്കെടുക്കുന്നത്. വ്യക്തിഗത വിഭാഗങ്ങളിലെ 2 റേസുകളിലാണ് ആദ്യ ദിനത്തിൽ മത്സരം നടന്നത്. റഷ്യയിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ഗോർക്കുനോവ് പെട്രേച്ച്, സിംഗപ്പൂരിൽ നിന്നുള്ള സെക്കൻഡ് ലഫ്റ്റനന്റ് ഡാരിയസ് ലീ കെങ്വി എന്നിവരാണ് മുന്നിലുള്ളത്. 14-നാണ് മത്സരം സമാപിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. ടി. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വൻകിട പദ്ധതികൾ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുടെ വലിയ ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ച് ചിലത് ജനങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലത് നിശ്ചിതമായിട്ടുള്ള സമയപരിധി വെച്ച് അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ്. ഈ സമീപ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി. ഒരു ഘട്ടത്തിൽ അത് സാധ്യമല്ല എന്നുള്ള നിലയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. വലിയ നിലയിലുള്ള ഡിമാൻഡ് കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ നിന്ന് വന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സോഷ്യൽ സെക്യൂരിറ്റിയിലെ മെമ്പറുടെ മരണാനന്തര ആനുകൂല്യം വിതരണം ചെയ്തു. സമ്മേളനത്തിൽ സംസ്ഥാന മുൻ പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PV കൃഷ്ണൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KJ വർഗീസ്, ജില്ലാ പ്രസിഡന്റ് C ശശിധരൻ, ജില്ലാ സെക്രട്ടറി A വിജയൻ, സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ C അബ്ദുൽ കരീം, PM ഉണ്ണികൃഷ്ണൻ, BM കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റായി NM സദാനന്ദനെയും വൈസ് പ്രസിഡന്റുമാരായി PV തമ്പാൻ, MP രവീന്ദ്രൻ, വിനോദ് കുമാർ എന്നിവരെയും സെക്രട്ടറിയായി A വിജയൻ, ജോയിന്റ് സെക്രട്ടറിമാരായി K ജയപ്രകാശൻ, സന്തോഷ് മാവില, EP പ്രഭാകരൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. DSR 2023 നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC-യുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ മുൻ MLA KP കുഞ്ഞിക്കണ്ണന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC-യുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ നടന്ന മുൻ MLA KP കുഞ്ഞിക്കണ്ണന്റെ അനുസ്മരണ പരിപാടി മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പയ്യന്നൂരിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുസ്തകങ്ങൾ മറിച്ചു നോക്കാനല്ല തയ്യാറാകുക. ഞാൻ ഫോൺ എടുത്തുകൊണ്ട് കുഞ്ഞിക്കണ്ണനെ വിളിക്കും. കുഞ്ഞിക്കണ്ണൻ, ഇത്തരമൊരു സംഭവം നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു വാക്കി എൻസൈക്ലോപീഡിയ പോലെ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പയ്യന്നൂരിൻ്റെ ഗതകാല ചരിത്രം വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എല്ലാറ്റിനും കൃത്യതയുണ്ട്. ഈ പയ്യന്നൂരിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് അറിയുന്ന പോലെ ആർക്കും അറിയില്ല. ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 3 ദിവസം താമസിച്ച ആ തറവാട്. TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം അനുസ്മരണ പ്രഭാഷണം നടത്തി. N ഗംഗാധരൻ, PG ദേവ്, K ജയരാജ്, EN പത്മാവതി, T ജനാർദ്ദനൻ, CK വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി വരവായി. ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെയാണ് ആളുകൾ വീടുകളിൽ നക്ഷത്രവിളക്കുകൾ തെളിയിക്കുന്നത്. ആഘോഷരാവുകൾ വന്നെത്താറായതോടെ നക്ഷത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളുമെല്ലാം വിപണി കീഴടക്കുകയാണ്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തുമസായി കൊണ്ടാടുന്നത്. ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം നക്ഷത്രങ്ങൾ തന്നെയാണ്. ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ വീടുകളിൽ നക്ഷത്രവിളക്കുകൾ തെളിയിക്കുന്നു. നക്ഷത്രവിളക്കുകളും പുൽക്കുടിലും മറ്റ് അലങ്കാരങ്ങളുമെല്ലാം ഇന്ന് വിപണിയിൽ സജീവമാണ്. ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വിപണി നോക്കിക്കാണുന്നത്? ക്രിസ്മസ് വിപണി പറഞ്ഞാൽ റേറ്റെല്ലാം അധികമാണ്, കൂടുതലാണ്. എന്നാലും വാങ്ങാടിക്കാൻ കഴിയില്ല. ഒരാഘോഷം, പിന്നെ കുട്ടികൾക്കുള്ളൊരു സന്തോഷമല്ലേ, അതുകൊണ്ട്. പഴയ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചത്? പഴയ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ സ്റ്റാറൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ പറഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്നു. പുൽക്കൂട് അടക്കം റെഡിമെയ്ഡ് കിട്ടുന്നു. അതൊക്കെ നമ്മൾ വാങ്ങും, കടയിൽ പോയിട്ട് വാങ്ങിയിട്ട്. മുൻപ് പേപ്പർ നക്ഷത്രങ്ങളാണ് വിപണി കീഴടക്കിയിരുന്നത്. എന്നാൽ ഇന്ന് LED നക്ഷത്രങ്ങളാണ് വിപണിയിലെ താരം. ₹100 മുതൽ തുടങ്ങുന്ന നക്ഷത്രങ്ങളാണ് വിപണിയിൽ ലഭിക്കുന്നത്. വ്യത്യസ്ത വർണ്ണത്തിലുള്ള ഇവ കാണാനും ഏറെ ആകർഷകമാണ്. നക്ഷത്രങ്ങൾ വാങ്ങുവാനായി നിരവധി ആളുകൾ എത്തുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു. ക്രിസ്മസ് എന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷമല്ല, ഒരു സമൂഹമാകെ അല്ലെങ്കിൽ ഒരു ജനതയാകെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരു ആരവം മുഴുകിക്കഴിഞ്ഞു. ഇനി വരുന്ന ആളുകളിൽ കൂടുകൾ ഒരുക്കുന്നതിൻ്റെയും അതുപോലെ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിക്കുന്നതിൻ്റെയും ഉള്ള ഒരു തിരക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വർഷം വ്യാപാരി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് പ്രത്യാശയുള്ളതാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷം നമ്മൾ ഈ കേരളത്തിനാകെ ഉണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിവിധ വലുപ്പത്തിലുള്ള ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ വേഷങ്ങളും വിപണിയിൽ സജീവമാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമുയർത്തി വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി കടന്നു വരികയാണ്. ഇത്തവണ ക്രിസ്തുമസ് വിപണിയെ വരവേൽക്കാൻ വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ പുൽക്കുടിലുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നവീകരണം പൂർത്തിയായ ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് മുച്ചിലോട്ട് ക്ഷേത്രം പാണച്ചിറ റോഡ് ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പ്രവൃത്തി നടപ്പിലാക്കിയത്. ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് മുച്ചിലോട്ട് ക്ഷേത്രം പാണച്ചിറ റോഡ് ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിൻഡ E. റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. റോഡ് നവീകരണ പ്രവൃത്തിക്ക് സംസ്ഥാന സർക്കാർ 65.20 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചാണ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് MLA പറഞ്ഞു. ഇതോടൊപ്പം MLA ഫണ്ടിൽ നിന്നും മിനിമാസ്റ്റ് ലൈറ്റും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചു. 1250 മീറ്റർ നീളത്തിലുള്ള റോഡ് നിലവിലുള്ള 3 മീറ്റർ വീതിയിൽ നിന്നും 4 മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്ത് നവീകരിക്കുകയും 565 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും ഗാർഡ് സ്റ്റോണും നിർമ്മിക്കുകയും സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കോൺക്രീറ്റ് ബെൽറ്റും നൽകി ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പ്രവൃത്തി നടപ്പിലാക്കിയത്. MV രവി, AV രവീന്ദ്രൻ, MD സബിത, U രാമചന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ, K പത്മനാഭൻ, MV രാജീവൻ, K നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. 1968 നമ്മൾ വെച്ച ഡിമാൻഡ്
അതിന്റെ പൂർണ്ണത കൈവരിക്കുന്ന എപ്പോഴാണ്? 1987 ആഗസ്റ്റ് 10. എത്ര വർഷം നമ്മൾ ഈ ഡിമാൻഡുമായി എത്ര സമരങ്ങൾ, മുദ്രാവാക്യങ്ങൾ. ഞാനൊക്കെ 1981 സർവീസ് വന്നപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാളെ കേട്ടത് താലൂക്ക് ഓഫീസിന്റെ തൊട്ടടുത്ത ട്രഷറി. ഇപ്പൊ താലൂക്ക് ഓഫീസിന്റെ ട്രഷറി മുമ്പ് ട്രഷറിന് മുമ്പ് കുറച്ചാളുകൾ ചിന്താവാദ് ഒരാൾ വിളിച്ചു കൊടുക്കുന്നു, മറ്റേ പറയുന്നു പൂർണ്ണക്ഷാമത്തെ അനുവദിക്കുക. കെ ദാമോദർ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കെ ദേവകി ടീച്ചർ, ടി വി നാരായണൻ, പി ബാലകൃഷ്ണൻ, വി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാതറ. MR കുറുപ്പ് അവാർഡ് ലഭിച്ച ആസ്ട്രോ വിദഗ്ധ സമിതി അംഗവും ISRO റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റുമായ പയ്യന്നൂർ അന്നൂരിലെ VP ബാലഗംഗാധരനെ പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രം അനുമോദിച്ചു. പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പ്രസിദ്ധ റോക്കറ്റ് ശാസ്ത്രജ്ഞൻ പത്മശ്രീ MR കുറുപ്പിന്റെ പേരിൽ ഹൈ എനർജി മെറ്റീരിയൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ MR കുറുപ്പ് അവാർഡ് ഇത്തവണ ലഭിച്ച ആസ്ട്രോ വിദഗ്ധ സമിതി അംഗവും ISROയുടെ റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റുമായ പയ്യന്നൂർ അന്നൂരിലെ VP ബാലഗംഗാധരനെ പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രം അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ആസ്ട്രോ ചെയർമാൻ പാവൂർ നാരായണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത VV, ആസ്ട്രോ ഡയറക്ടർ K ഗംഗാധരൻ മാസ്റ്റർ, E ഭാസ്കരൻ, E കരുണാകരൻ, ആരിഫ് മാസ്റ്റർ, R മുരളീധരൻ, P രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ ക്യാമ്പിനായി എത്തിയ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്ത് അവരുടെ ഉപഹാരം സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിനിമയിൽ സജീവമായി ആലപ്പടമ്പ ഏറ്റുകുടുക്കയിലെ ഗോപിനാഥൻ. സമീപകാലത്തിറങ്ങിയ പല സിനിമകളിലും ഗോപിനാഥന്റെ സാന്നിധ്യമുണ്ട്. ഓട്ടംതുള്ളൽ, വിൽക്കലാമേള, പൂരക്കളി, കോൽക്കളി തുടങ്ങിയ മേഖലകളിലും തന്റെ കഴിവ് ഗോപിനാഥൻ തെളിയിച്ചിട്ടുണ്ട്. നാട്ടിൻപുറത്ത് നിന്ന് സിനിമയുടെ മായിക ലോകത്തേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് മാത്തിൽ ആലപ്പടമ്പ് ഏറ്റുകുടുക്കിയിലെ P ഗോപിനാഥൻ. സമീപകാലത്തിറങ്ങിയ പല സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നദികളിൽ സുന്ദരി യമുന, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ തുടങ്ങിയ സിനിമകളിലൊക്കെ വേഷങ്ങൾ ഗോപിനാഥൻ മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചത്. പേരില്ലൂർ പ്രീമിയർ ലീഗ് വെബ് സീരീസിലെ കള്ളന്റെ കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയ ഒന്നാണ്. ബാലസംഘത്തിലൂടെയാണ് ഇദ്ദേഹം കലാരംഗത്തേക്ക് എത്തുന്നത്. 11ാം വയസ്സിൽ കാക്കാരിശി നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. വേനൽത്തുമ്പി സംസ്ഥാന പരിശീലകനുമായിരുന്നു ഗോപിനാഥൻ. നിരവധി തെരുവ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് സിനിമാ രംഗത്തേക്ക് വന്ന ശേഷം തുടർച്ചയായി അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ പലരുടെയും സഹായത്താൽ അതുപോലെ തന്നെ പലരുടെയും വളരെയേറെ ഉള്ള ഒരു പ്രചോദനം അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലും സാംസ്കാരിക രംഗത്തിൽ പ്രവർത്തകരെടുക്കുന്നത്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെടുക്കുന്നതിനൊക്കെ ഒരുപാട് പ്രോത്സാഹനം എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും ഒക്കെ തന്നെ നാട്ടിൽ നിന്നും ഒക്കെ നമ്മളാക്കിയ യുവജന ക്ലബ്ബ് ഉൾപ്പെടെ ഒരു ആതിരക്കൂട്ടം ഏറ്റുകൊടുക്കുക, വെള്ളത്തോളം നാടകവേദി അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ട് നാടകം കളിച്ചിട്ടാണല്ലോ ഈ രംഗത്തേക്ക് നമ്മൾ വന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവരുടെയൊക്കെ പ്രോത്സാഹനം വളരെയേറെ സന്തോഷം. അവരെ ഓട്ടംതുള്ളൽ, വിൽക്കലാമേള, പൂരക്കളി, കോൽക്കളി തുടങ്ങിയ മേഖലകളിലും തന്റെ കഴിവ് ഗോപിനാഥൻ തെളിയിച്ചിട്ടുണ്ട്. പടക്കുതിര, ഒരു ജാതി ജാതകം, എക്സ്ട്രാ ഡീസന്റ് തുടങ്ങിയ സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത്. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് മാനേജരാണ് ഇദ്ദേഹം. ഭാര്യ രമണി, മാധ്യമപ്രവർത്തകയായ ആതിര, അഖില എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് EK രാമകൃഷ്ണൻ ക്ലാസ് കൈകാര്യം ചെയ്തു. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഇഞ്ചക്ഷൻ നിയമത്തെപ്പറ്റി അഡ്വക്കേറ്റ് EK രാമകൃഷ്ണൻ ക്ലാസ് കൈകാര്യം ചെയ്തു. ചടങ്ങിൽ വെച്ച് റോട്ടറി ക്ലബിന്റെ എക്സലൻസി അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് പ്രമോദ് ഉദിനൂക്കാരനെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷകർക്ക് ആശ്വാസവും ആശങ്കയും പടർത്തി കശുമാവുകൾ പൂത്തു തുടങ്ങി. ഇത്തവണയെങ്കിലും കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കശുമാവുകൾ പൂത്തു തുടങ്ങിയെങ്കിലും കർഷകർ ആശങ്കയിലാണ്.
ഇത്തവണയെങ്കിലും കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കോവിഡിനു ശേഷം നാളിതുവരെ കശുവണ്ടിക്ക് തറവില നിശ്ചയിച്ചിട്ടില്ലെന്ന് പുത്തൂരിലെ കശുവണ്ടി കർഷകനായ രാമചന്ദ്രൻ മാരാർ പറയുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സന്തോഷത്തിന് വക നൽകുന്നതാണ് കശുമാവ് പൂക്കുന്നത് എല്ലാം. പക്ഷേ കൊല്ലം നമ്മളുടെ വിഷമങ്ങൾ എല്ലാം പറയുന്നല്ലാണ്ട് നമുക്കൊരു നമ്മുടേതായിട്ടുള്ള ഒരു കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഒന്നും ചെയ്ത് കാണുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും നല്ലൊരു വിളവും കിട്ടിയാൽ നല്ലൊരു വിളവും നല്ലൊരു ഇതൊക്കെ കിട്ടിയാൽ കർഷകർക്കുള്ള സങ്കടങ്ങളും കർഷകരുടെ വിഷമങ്ങളും തീരുന്ന വിചാരിക്കുന്നു. ലോകോത്തര നിലവാരമുള്ളതാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കശുവണ്ടി. എന്നിട്ടും കശുവണ്ടിയെ ഒരു കാർഷിക വിളയായി പോലും പരിഗണിക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കശുമാവുകളാണെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. എന്നിട്ടും ഈ മേഖലയെ പിടിച്ചു നിർത്താനുള്ള ശ്രമമൊന്നും എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം ഉൽപാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജപ്പാനിൽ നടന്ന സെക്യൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കാളിയായതിന്റെ സന്തോഷത്തിലാണ് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ MK മാളവിക. പയ്യന്നൂർ കോറോം സ്വദേശി MK വിജയന്റെയും VV സവിതയുടെയും മകളാണ്. ജപ്പാനിൽ വച്ച് നവംബർ 10 മുതൽ 16 വരെയാണ് സെക്യൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടന്നത്. കേരളത്തിൽ നിന്നും ഇതിലേക്ക് ആകെ 5 വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുത്തത്. അതിലൊരാളായി മാറുവാനുള്ള ഭാഗ്യമാണ് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 സയൻസ് വിദ്യാർത്ഥിയായ മാളവികയെ തേടിയെത്തിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനമായ വഴികളെ പരിചയപ്പെടുവാനായതിന്റെ സന്തോഷം മാളവിക നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചു. സെക്യൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുമ്പം JST ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ 5ഓളം കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. JST ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജപ്പാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുമ്പം ഇന്ത്യ അടക്കം പെറു, പലാവു, ഇന്തോനേഷ്യ, മൈക്രോനേഷ്യ, അങ്ങനെ 5ഓളം കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പം മറ്റ് കൺട്രീസിലെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ എന്താ പറയണ്ടേ കൾച്ചേഴ്സും നമ്മുടെ കൾച്ചേഴ്സും അതുപോലെ അവരുടെ വേർഷിപ്പും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനും പിന്നെ ത്രൂ ഔട്ട് ഒരു റിസർച്ച് ഓറിയന്റഡ് ക്ലാസ് ആയിരുന്നു കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. പയ്യന്നൂർ കോറോം സ്വദേശി MK വിജയന്റെയും VV സതിയുടെയും മകളാണ് മാളവിക. പുതിയ കാലത്ത് ഇന്റർനാഷണൽ തലത്തിൽ വരെ തങ്ങളുടേതായ ഒരിടം കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അനവധി അവസരങ്ങളുണ്ട്. അതിനുള്ള കാലിബറും കുട്ടികൾക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പയ്യന്നൂർ പോലുള്ള അല്ലെങ്കിൽ കണ്ടങ്ങാലി സ്കൂളിലുള്ള മാളവികയ്ക്ക് ജപ്പാൻ വരെ എത്തി അവളുടെ ഒരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത് സാധ്യമാണ് എന്ന് തന്നെയാണ്, അതിനുള്ളൊരു മാതൃക തന്നെയാണ് മാളവിക MK എന്ന കൊച്ചുമിടുക്കി. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംസ്ഥാന ജൂനിയർ ഫ്രീ സ്റ്റൈൽ, വനിതാ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ്, സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് എന്നിവ 4 ദിവസങ്ങളിലായി നടക്കും. ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം 15 രാവിലെ 6:30 പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നിന്നും മിനി മാരത്തോൺ TI മധുസൂദനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. പോത്തേര കൃഷ്ണൻ അധ്യക്ഷനാകും. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ മുഖ്യാതിഥിയാകും. മെയിൻ റോഡ് പെരുമ്പ ബൈപ്പാസ് റോഡ് വഴി ഷേണായി സ്ക്വയറിൽ സമാപിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5000, 3000, 2000 രൂപ വീതം ക്യാഷ് പ്രൈസും മാരത്തോൺ പൂർത്തിയാക്കുന്ന മുഴുവൻ ആളുകൾക്കും മെഡലും നൽകും. കൂടാതെ 15 വയസ്സിന് താഴെ 60 വയസ്സിന് മുകളിൽ വനിതകൾ എന്നീ വിഭാഗങ്ങളിലും പ്രത്യേക ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് സൂംബ ഡാൻസും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ PA സന്തോഷ്, V നന്ദകുമാർ, D സുനിൽകുമാർ, D സുനിൽ, മധു ഒറിജിൻ, CV രാജു, VV ബിജു, പ്രകാശൻ പയ്യന്നൂർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൻ 2024 ക്യാമ്പയിനിന്റെ ഭാഗമായി പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. ചടങ്ങിൽ വെച്ച് നഗരസഭ KSRTCക്ക് നൽകുന്ന ബോട്ടിൽ ബൂത്ത് ചെയർപേഴ്സൺ ATOയ്ക്ക് കൈമാറി. പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം സ്വച്ഛ് സർവേക്ഷൻ 2024 ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പയിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നിലയിലുള്ള ഇടപെടലുകൾ നടന്നു വരികയാണ്. നമ്മുടെ ഈ KSRTC പരിസരം മോശമല്ലാത്ത രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു പ്രദേശം തന്നെ
എങ്കിലും ഒരു മാലിന്യവും നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് ഇല്ലാത്ത നിലയിലേക്ക് ഇനിയുള്ള നാളുകളിൽ ഏറ്റവും നല്ല വൃത്തിയോടുകൂടി സംരക്ഷിക്കാൻ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ വിഷയാവതരണം നടത്തി. ശുചിത്വ മിഷൻ വൈപി ഹൃദ്യമോൾ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ, കൗൺസിലർമാരായ ബി കൃഷ്ണൻ, പി വി സുഭാഷ്, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൻവിൻ ഡി സേവ്യർ, ഡിപ്പോ എഞ്ചിനീയർ സന്തോഷ് എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് മെഗാ ശുചീകരണം സംഘടിപ്പിച്ചത്. സ്ഥാപനത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി രൂപീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കൽ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കളുടെ നിരോധനം, പ്രകൃതി സൗഹൃദ പാത്രങ്ങൾ സജ്ജീകരിക്കൽ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകളും ഈ മാലിന്യങ്ങളും നീക്കം ചെയ്യൽ, ജൈവ അജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിക്കൽ തുടങ്ങിയ ക്രമീകരണങ്ങൾ ഒരുക്കി. എത്രയും പെട്ടെന്ന് തന്നെ പയ്യന്നൂർ KSRTCയെ ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിലെത്തിക്കാൻ കഴിയുമെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. ശുചീകരണ പരിപാടിയിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, NSS യൂണിറ്റ് 11 പയ്യന്നൂർ കോളേജ് വളണ്ടിയർമാർ, നഗര ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, KSRTC ജീവനക്കാർ തുടങ്ങിയവർ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെളുത്തുള്ളി വില പറന്നുയരുന്നു. സാധാരണക്കാരന്റെ അടുക്കളയിൽ തീ ഉയർത്തുന്ന വെളുത്തുള്ളിയുടെ ഇന്നത്തെ വിപണി വില 440 രൂപയാണ്. നാട്ടിലെ ചില്ലറ വിപണിയിൽ വെളുത്തുള്ളി വില ഇപ്പോൾ 440ഉം അതിനു മുകളിലുമാണ്. മലയാളിക്ക് കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ വിലക്കയറ്റം സാധാരണക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയല്ല ഇപ്പോൾ വരുന്നതെന്നും വരുന്നത് വിദേശ ഇനമാണെന്നും കരിവെള്ളൂരിലെ പച്ചക്കറി വ്യാപാരി പറയുന്നു. കിലോന് 440 രൂപയോളം ഇപ്പോഴത്തെ വില. ജനങ്ങൾക്കത് താങ്ങാൻ പറ്റാത്തൊരു വില തന്നെയാണ്. എന്നാലും വാങ്ങുന്ന ക്വാണ്ടിറ്റി കുറച്ച് ആൾക്കാർ വാങ്ങുന്നുണ്ട്. എന്നാലും അത് എല്ലാ ഭക്ഷണത്തിനും ആവശ്യമുള്ളതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഒരു ഈ സീസണിൽ ഇത്ര വില കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നു. ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്താ ഇതിൻ്റെ ശരിയായ കാരണമെന്ന് ആർക്കും വ്യക്തമല്ല. ഇപ്പം പുറത്തുനിന്നാണ് വെളുത്തുള്ളി വരുന്നത്, വലിയ വെളുത്തുള്ളിയാണ് വരുന്നത്. അപ്പോൾ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. സാധനം കാണാൻ നല്ല വലിപ്പമുണ്ട്. മഴയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വെളുത്തുള്ളി ഉൽപാദനം കുറയുന്നതിന് കാരണമായത്. ക്രിസ്തുമസും പുതുവത്സരവും എത്തുമ്പോഴേക്കും വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡിസംബർ 22 മുതൽ ജനുവരി 12 വരെ നീലേശ്വരത്ത് നടക്കുന്ന കോസ്മോസ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥം ഡയറക്ട് ഫ്രീ കിക്ക് മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി മത്സരം ഉദ്ഘാടനം ചെയ്തു. കാൽപന്ത് കളിയുടെ പ്രചരണ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി ഡയറക്ട് ഫ്രീ കിക്ക് മത്സരം നടത്തി. വിജയികൾക്ക് ടൂർണമെന്റിലെ മുഴുവൻ കളികളും കാണാനുള്ള അവസരവും പ്രത്യേക ഉപഹാരങ്ങളുമാണ് നൽകിയത്. ഡിസംബർ 22 മുതൽ ജനുവരി 12 വരെ നീലേശ്വരത്തു നടക്കുന്ന കോസ്മോസ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥമാണ് ഡയറക്ട് ഫ്രീ കിക്ക് മത്സരം സംഘടിപ്പിച്ചത്. 20 മീറ്റർ ദൂരത്തുള്ള ഗോൾ പോസ്റ്റിലേക്ക് നിലം തൊടാതെ ആദ്യഘട്ടത്തിലെ 3 കിക്കുകളും ഗോളാക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സമ്മാനം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചന്തേര SI പി സുധീർ കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. പോളിടെക്നിക് കോളേജ് കായികാധ്യാപകൻ TP യുഗേഷ്, കോസ്മോസ് ക്ലബ്ബ് പ്രസിഡന്റ് P ബാബുരാജ്, K അനീഷ്, K അഭിനവ് എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 30 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഫ്രീ കിക്ക് മത്സരത്തിൽ 3 കിക്കുകളും വലയിലെത്തിച്ച തൃക്കരിപ്പൂർ പൊറോപ്പാട്ടെ K മുഹമ്മദ് ഷാഹിർ ജേതാവായപ്പോൾ മലപ്പുറം അരീക്കോട് സ്വദേശി KC മുഹമ്മദ് ഷാദിൽ രണ്ടാമതെത്തി. 12-ന് ഷറഫ് കോളേജിന്റെ കൈതക്കാട് ക്യാമ്പസിലുൾപ്പെടെ വിവിധ കോളേജുകളിൽ വരും ദിവസങ്ങളിൽ ഡയറക്ട് ഫ്രീ കിക്ക് മത്സരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മേലതിയടം വായനശാല ഹാളിൽ വെച്ച് പോഷകാഹാരമേള സംഘടിപ്പിച്ചു. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ മുൻനിർത്തിക്കൊണ്ടെന്ന് തച്ച് ആ സമയത്ത് നമ്മളിലേക്ക് എത്തുന്ന ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഉണ്ട്. അറിയാതെ വരുന്ന ഒരു സ്മെല്ലും അറിയാതെ വരുന്നൊരു ടേസ്റ്റും ഉണ്ട്. സ്വാഭാവികമായിട്ടും
അത് തവിടുന്ന് വീഴുന്നുണ്ട് അല്ലെ? ആ തവിടിൻ്റെ ഒരു ഓർമ്മകൾ നമ്മുടെ പഴമയിലേക്ക് ഒരുപാട് പഴമയിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഒരുപാട് വിഭവങ്ങളാണ് ഇവിടെ ഇന്ന്. ഉലുവക്കഞ്ഞിയുണ്ട്, ഗോതമ്പ് കഞ്ഞിയുണ്ട്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമാർന്ന നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ എക്സിബിഷനിലൂടെ വെച്ചത്. നമ്മുടെ ജീവിതത്തിൽ പോഷകാഹാരത്തിന്റെയും പോഷകാഹാര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ മുഖ്യാതിഥിയായി. ആരോഗ്യ ജീവനത്തിന് പോഷകാഹാര കൃഷിയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ലൈഫ് സ്റ്റൈൽ ട്രെയിനർ സനൂപ് നരേന്ദ്രൻ ക്ലാസ് എടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജനപ്രതിനിധികളായ ബിന്ദു KV, സരിത TP കുഞ്ഞിക്കണ്ണൻ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ റിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർ, കുടുംബശ്രീ പ്രവർത്തകർ, വായനശാല പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ കേരളോത്സവം ഫുട്ബോൾ മത്സരം അന്നൂരിൽ സമാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മത്സരത്തിന്റെ സമാപനോദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ കേരളോത്സവം ഫുട്ബോൾ മത്സരങ്ങൾ സമാപിച്ചു. 4 ദിവസങ്ങളിലായി അന്നൂർ ചിന്മയ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിന്റെ സമാപനോദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വാർഡ് കൗൺസിലർ A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KU രാധാകൃഷ്ണൻ, കേരളോത്സവം നഗരസഭാ കോർഡിനേറ്റർ E അനീഷ് കുമാർ, MV ഹരിദാസ്, VM വിനു, KV ബാബു, KV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. എവർമറി വെള്ളൂരിനെതിരെ 2 ഗോളുകൾ നേടി ടൗൺ ടീം പയ്യന്നൂർ മത്സരത്തിൽ വിജയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിലെ കടയപ്രം പെരുവയൽ കുന്നുംബ്രം റോഡ് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്തിലെ കടയപ്രം പെരുവയൽ കുന്നുംബ്രം റോഡ് നവീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV ഉണ്ണികൃഷ്ണൻ, MV രവി, CV കണ്ണൻ, എഞ്ചിനീയർ അനിത, JB ജ്യോതി, ജിതിൻ രാജ്, K ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ കല്ലാനിക്കാട് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 17 വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കല്ലാനിക്കാട് ചന്ദ്രശേഖരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബ്രഹ്മശ്രീ താമരശ്ശേരിയിൽ ശ്രീഹരി, ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ശൈലേഷ് നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരാണ്. ആചാര്യവരണവും ഭാഗവത മാഹാത്മ്യ പാരായണവും ഭാഗവത മാഹാത്മ്യ പ്രഭാഷണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടായി കോളേജ് നിയമന വിവാദം. പയ്യന്നൂരിൽ INTUC സംഘടിപ്പിച്ച KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മാടായി കോളേജ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ചടങ്ങിൽ പങ്കെടുത്തതിനെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാലത്തെ ആദ്യ പെരുങ്കളിയാട്ടത്തിന് ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായി. 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു പെരുങ്കളിയാട്ടം വന്നെത്തിയത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. LDFിലെ മണി പവിത്രൻ 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. LDFിലെ പഞ്ചായത്ത് അംഗമായിരുന്ന T പുഷ്പ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഏഴിമല നാവിക അക്കാദമിയിൽ നടക്കുന്ന രാജ്യാന്തര പായ്വഞ്ചിയോട്ട മത്സരത്തിൽ ആദ്യ ദിനം നടന്ന മത്സരത്തിൽ വ്യക്തിഗത വിഭാഗത്തിൽ ഇറ്റലിയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള നാവികർ മുന്നിൽ. 25 രാജ്യങ്ങളിൽ നിന്നുള്ള നാവികരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.